ഇനി അടുത്തത് ഉമർ ഫൈസി മുക്കം സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചതിന് പിന്നാലെ തന്നെ സമസ്ത ലീഗ് നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാണ് കേട്ടോ. ഉമർ ഫൈസിയെ സമസ്ത നേതൃത്വം ശാസിച്ചുവെങ്കിലും ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ലീഗ് നേതാക്കൾ രംഗത്ത് വരുന്നത്. എന്നാൽ ഉമർ ഫൈസിക്ക് പിന്തുണയുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷവും രംഗത്തുണ്ട്. സമസ്ത ലീഗ് തർക്കം വീണ്ടും രൂക്ഷമാവുകയാണോ, അനുനയ സാധ്യതകൾ ഇല്ലാതാവുകയാണോ എന്ന് ബെൻസൻ ബാബു നമുക്ക് പറഞ്ഞു തരും. ബെൻസൻ, ഗുഡ് മോർണിംഗ്. ഈ ചോദിച്ചതുപോലെ എപ്പോഴും തർക്കത്തിലുള്ള രണ്ടുപേരാണ്. ഇപ്പം ലീഗ് സമസ്ത തർക്കമൊക്കെ എപ്പോഴും പറഞ്ഞു തീർക്കും, വീണ്ടും അത് തർക്കത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉമർ ഫൈസി മുക്കത്തിൻ്റെ ശാസനയോടുകൂടി ആ തർക്കം വീണ്ടും ഉണ്ടാവുകയാണോ, വീണ്ടും കൂടുതൽ രൂക്ഷമാവുകയാണോ? ബെൻസൻ, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത ലീഗ് തർക്കം അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞ് തീർത്ത് അല്ലെങ്കിൽ സമവായത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗ് നേതാക്കളായിട്ടുള്ള സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ സമസ്ത നേതാവായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുകയും ഇതൊരു സമവായത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ നിന്നും ഒരു ജാഥ നയിച്ചിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അതിന്റെ ഉദ്ഘാടന വേദിയിൽ സാദിഖ് അലി തങ്ങളായിരുന്നു എത്തേണ്ടിയിരുന്നത്. ഈ ഒരു ജാഥ ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് സാദിഖ് അലി തങ്ങളായിരുന്നു. പക്ഷെ അദ്ദേഹം അതിൽ പങ്കെടുക്കാതിരുന്നത് മുതലാണ് വീണ്ടും അതിലൊരു ഇരുവരും തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് സാദിഖ് അലി തങ്ങൾ ആ യാത്രയിൽ മലപ്പുറത്ത് വെച്ച് പങ്കെടുക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു അസ്വാരസ്യം ആ നിലയിൽ തന്നെ തുടരുകയായിരുന്നു. പിന്നീടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം ഈ കഴിഞ്ഞ ദിവസം എടവണ്ണപ്പാറയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ഈ ഇത്തരത്തിൽ പാണക്കാട് തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പാലക്കാട് തങ്ങളെ അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന തങ്ങന്മാർ ഈ സമസ്തയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് നിന്നവരായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ളവർ അത്തരത്തിലല്ല. അത് അവരുടെ ഒരു പൈതൃകത്തിൽ മാറ്റം വന്നിരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള സമസ്തയിലെ മുതിർന്ന നേതാക്കൾ എതിർക്കുകയും ശാസിക്കുകയും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിലൊരു ശാസന തന്നെ നൽകിയിരുന്നു. പക്ഷേ ആ ഒരു ശാസന പോരാ. അത് പാലക്കാട് തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ തക്കതായിട്ടുള്ള നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഷാഫി ചാലിയും അടക്കമുള്ള ലീഗ് നേതാക്കൾ രംഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉമർ ഫൈസി മുക്കം ആ ഒരു പരാമർശത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിമർശനത്തിൽ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു വിശദീകരണം, താൻ ഇത്തരത്തിൽ ഈ സാദിഖ് അലി തങ്ങളെയോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തെയോ അധിക്ഷേപിക്കുകയോ മുസ്ലിം ലീഗിനെ അധിക്ഷേപിക്കുകയോ അല്ല, അല്ലെങ്കിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുകയോ അല്ല ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇത്തരത്തിൽ പൈതൃകത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് മാത്രമല്ല, തന്നെ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ, സമസ്തയിലെ മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ തന്നെ വിമർശിക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്നും ഉമർ ഫൈസി മുക്കം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലീഗിലെ ചില നേതാക്കൾ, ഷാഫി ചാലിയും അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേസമയം തന്നെ ഈ സമസ്തയിലെ എതിർവിഭാഗം, അവർ ഈ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ലീഗിന്റെ എതിർവിഭാഗം, അവർ ഇത്തരത്തിൽ ഷാഫി ചാലിയും അടക്കമുള്ള നേതാക്കൾ എങ്ങനെയാണ് ഈ ഉമർ ഫൈസി മുക്കം അടക്കമുള്ള നേതാക്കളെ വിമർശിച്ച് രംഗത്തെത്തുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് എതിർവിഭാഗവും രംഗത്തെത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. അത് മാത്രമല്ല, ബഹാവുദ്ദീൻ നദ്വി ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു പരാമർശം നടത്തുന്നുണ്ടായിരുന്നു. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഒരു പരാമർശം നടത്തി എന്നൊരു ആക്ഷേപമായിരുന്നു ഉയർന്നു വന്നത്. അങ്ങനെ നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവിഭാഗങ്ങളിലെ മുതിർന്ന നേതാക്കൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ്. അവർ പരസ്പരം പ്രത്യാരോപണങ്ങൾ നടത്തുകയാണ്, പരസ്പരം പരാമർശങ്ങൾ ഉന്നയിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 89-ൽ ഉണ്ടായിരുന്ന ഒരു പിളർപ്പിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും ഇപ്പോഴില്ല എങ്കിലും, പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഈ നേതാക്കൾ തമ്മിലുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു അസ്വാരസ്യം അത് തിരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ളതാണ്.